ഒന്ന് ഗോപിയുടെ പുതിയ സിനിമയുടെ റിലീസ് ഓഗസ്റ്റ് 1 റിലീസ് ചെയ്യാനിരിക്കുന്ന സുമതി വളവിന്റെ ട്രെയിലർ ലോഞ്ച് ഇന്നിപ്പോൾ ലുലു മോളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒറ്റ കാരണത്തിലാണ് വരാൻ പറ്റാതിരുന്നത്. ഞാനതവിടെ ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ച് ഇങ്ങോട്ട് വന്നു. അതാണ് ഞാനിവിടെ കുറച്ച് ലേറ്റ് ആയത്. എന്തൊക്കെയോ അർജുന അശോകൻ, ബാലു വർഗീസ്, അങ്ങനെ കുറെ പേരുണ്ട്. ഒരു വലിയ സിനിമയാണ്. അപ്പൊ അവരെന്തോ ഡാൻസ് പരിപാടിയൊക്കെ അവിടെ സ്റ്റേജിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് വരാൻ പറ്റാതിരുന്നത്. ഞാൻ ഇങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ചേട്ടാ ഞാനും വരുന്നുണ്ട്, വരാൻ പറ്റില്ല, ഇവിടെയുള്ള ഉത്തരവാദിത്തം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ ഗോപികയും വരുമായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ബാദുക്ക എന്നെ കാണാൻ വന്നു. അദ്ദേഹം ഈ സംഭവം എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ്. എനിക്കതൊരു വലിയ തിരിച്ചറിവായിരുന്നു. കാരണം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനിത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ അർഹരായിട്ടുള്ളവർക്ക് നമ്മൾ 3 സെന്റ് സ്ഥാനം കൊടുക്കാൻ തീരുമാനിക്കുന്നു, അതിൻ്റെ വേണ്ടി ഒരു പദ്ധതിയാണ്. ശരി, അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു രീതിയിലാണ് അത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. ഇത്രയും സന്നാഹം അതിനു വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ കുറേ നേരം ഇങ്ങനെ ആലോചിക്കുക, അപ്പം എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിൻ്റെ ഇൻറ്റൻഷൻ. അപ്പം ഞാൻ ചോദിക്കുന്ന ഉത്തരങ്ങൾക്ക് ഒരേ ഉത്തരം തിരിച്ചു വരുന്നത് നമ്മൾ അർഹരായിട്ടുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ ചിന്താഗതിയെ കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ എന്താണ് ഒരു അസ്വാഭാവികത, അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഇത്രയും സമയമെടുത്ത് ഒരു വലിയ പദ്ധതിയാക്കി ഇതിന്റെ പിന്നാലെ പ്രവർത്തിച്ച് ഇതൊരു പ്രൊജക്റ്റ് ആക്കി ഇതിന് ഒരു വിഷൻ കണ്ടെത്തി ഇതുപോലൊരു ഫംഗ്ഷൻ സംഘടിപ്പിച്ച് അത് പ്രാവർത്തികമാക്കി എടുത്ത് അതിന്റെ ഉദ്ദേശത്തിലേക്ക് എത്തുന്നു. ഒരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്യേണ്ട അത്ര തന്നെ എഫേർട്ടാണ് ഇവരെല്ലാവരും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നിമിഷം എന്താണ് ഇതിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ എന്തിന് എന്ന് ചിന്തിച്ചു പോയല്ലോ എന്നുള്ളൊരു കുറ്റബോധമാണ്. ഞാൻ പെട്ടെന്ന് ബാധിക്കുന്നോട് പറഞ്ഞു, അതൊക്കെ ഞാനുണ്ട്, എന്തിനു വേണമെങ്കിലും ഞാനുണ്ട്, എന്താണ് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യേണ്ടത് ഞാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടെ ശീലങ്ങളുടെ ഭാഗമല്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ തന്നെ അതിന്റെ താളം കാണാൻ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, നമ്മുടെ സമൂഹം, ഇതൊക്കെ നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എനിക്ക് പലപ്പോഴും കുട്ടിക്കാലത്ത് തോന്നിയിട്ടുണ്ട്, എൻവയോൺമെന്റൽ ഡേ ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഞാനൊരു മരം നടുന്നത്. അപ്പൊ എന്റെ ആൾക്കാർ കളിയാക്കും, ഈ എൻവയോൺമെന്റൽ ഡേന് മരം നട്ടിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഇപ്പോ ഞങ്ങൾ മരം നട്ടു എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ പറയുമ്പോൾ ഇതൊരു എൻവയോൺമെന്റൽ ഡേന് മാത്രം ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് ഈ മരം നടൽ. പക്ഷെ പിന്നീട് ഞാൻ ചിന്തിച്ചു തുടങ്ങി, ഈ പറയുന്ന ആളുകൾ എൻവയോൺമെന്റൽ ഡേന് പോലും മരം നടന്നില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ തിരിച്ചറിവ് എനിക്കുണ്ടായത്. അതൊരു വലിയ തിരിച്ചറിവാണ്. കാരണം അങ്ങനെ ഒരു ദിവസം ഉണ്ടായതുകൊണ്ട് ആ ദിവസം മാത്രമാണ് പ്രകൃതിയോട് സ്നേഹം എന്ന് പറഞ്ഞ് കളിയാക്കുന്നവർക്ക് ആ ദിവസം പോലും അവർ അത് ചെയ്യുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായപ്പോഴാണ് ചില സമയത്ത് ഇതുപോലെയുള്ള ആളുകൾ, ഇതുപോലെയുള്ള പ്രൊജക്റ്റുകൾ, അതാണ് നമ്മളെ സമൂഹത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായി. അതൊരു ചെറിയ കാര്യമല്ല. അങ്ങനെ നോക്കുമ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് മാതൃകാപരമാണ്. അത് ഗംഭീര ഇൻസ്പിറേഷനാണ്. അവരെല്ലാവരും ഒരു ഗംഭീര കയ്യടിയെ അർഹിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയവും. ഇതൊരു കയ്യടിയിൽ മാത്രം നിൽക്കേണ്ടതല്ല, നമ്മൾ ഒരുമിച്ച് ഇവരുടെ ഒപ്പം യാത്ര ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ പഠിക്കുന്നത് സ്നേഹത്തെ കുറിച്ചാണ് എപ്പോഴും. സ്നേഹം എന്ന് പറയുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഒരു സംഭവത്തെ നമ്മുടെ ഭാഗമാക്കുമ്പോഴാണല്ലോ നമുക്ക് സ്നേഹം വരിക. നമ്മുടെ വീടിനോട് നമുക്ക് ഇഷ്ടം വരിക, അത് എന്റെ വീടാണ് തോന്നുമ്പോഴാണ്. അച്ഛനോട് അമ്മയോട് ഇഷ്ടം വരുന്നത് അത് എന്റെ അച്ഛനും അമ്മയോടാണ്. ഭാര്യയോട് ഇഷ്ടം വരുന്നത് എന്റെ ഭാര്യയോടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്റെ ഭാഗമാണ് എന്ന് തോന്നുമ്പോഴാണ് എനിക്ക് അതിനോട് സ്നേഹം തോന്നുന്നത്, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തോന്നുന്നത്. ഈ സമൂഹം എന്റെയാണ്, ഈ ആളുകളൊക്കെ എന്റെയാണ് എന്നുള്ള വലിയ ഒരു തിരിച്ചറിവിലേക്ക്, ആ ഒരു വലിയ തത്വത്തിലേക്ക് എളുപ്പമല്ല യാത്ര ചെയ്യാൻ, പ്രാക്ടിക്കൽ അല്ല. പക്ഷെ ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവര് നമ്മുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മളും അത്തരം യാത്രകളുടെ ഭാഗമാകുമ്പോൾ അത് സംഭവിക്കുന്നു. ഇങ്ങനൊരു മനോഹരമായിട്ടുള്ള ഒരു പ്രോജക്റ്റിന്റെ ഭാഗമാവാൻ വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്തിരുന്നത് ഒരുപാട് സന്തോഷം. ഇതുപോലൊരു അവസരം ഇങ്ങനൊരു പ്രോജക്റ്റിന്റെ ബ്രാൻഡ് അംബാസഡർ ആവാൻ വേണ്ടി ഞങ്ങൾക്ക് തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു യാത്രയോടൊപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും പൂർണ്ണ ശക്തിയോടുകൂടി നിങ്ങളുണ്ട്. എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി. ഇതിന്റെ ഭാഗമായിട്ട് ഇനി ഭാവിയിലും ഈ ഒരു ചടങ്ങിൽ മാത്രമല്ല
ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ കൂടെയുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ആൻഡ് ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. ബ്രാൻഡ് അംബാസിഡർ എന്നതിനോടൊപ്പം തന്നെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം എന്നൊരു രീതിയിലേക്ക് വരുമ്പോഴാണ് തീർച്ചയായിട്ടും അതിന് കൂടുതൽ സ്നേഹം തോന്നുന്നത്. അപ്പൊ ആ ഒരു സ്നേഹത്തിന്റെ ഭാഗമായി നമ്മുടെ വെബ്സൈറ്റിലൂടെ ആദ്യം പർച്ചേസും ജീവിച്ചതിലൂടെ തന്നെ നടക്കുമെന്നുള്ള ഒരു സന്തോഷം ഉറപ്പല്ലേ? ഉറപ്പാണ്, അതിലൊരു സംശയവും വേണ്ട. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ കോൺസെപ്റ്റ് ഗോപിയുടെ പറഞ്ഞപ്പോ ഗോപിക ആദ്യം പറഞ്ഞത് നമുക്ക് കുറെ സാരി വാങ്ങിയാലോ എന്നുള്ളതാണ്. അപ്പൊ പൊതുവെ പക്ഷെ ഞാനത് പറഞ്ഞെങ്കിലും ഗോപിക പൊതുവെ അധികം ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല. നമ്മളിങ്ങനെ ഷോപ്പ് ചെയ്യണം, സാരി വാങ്ങണം, അങ്ങനെയൊന്നും ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ട് അടുത്ത് പറയാത്തൊരു വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തി ഈ കാര്യം ഗോപിയുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു പദ്ധതിയായിട്ട് ബാധുക്ക വന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ആദ്യം പറഞ്ഞു നമുക്ക് കുറെ സാരി വാങ്ങിയാലോ എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഗോപികയും കൂടി ഇവിടെ വേണമായിരുന്നു. ഗോപികയും കൂടി പ്രതിനിധീകരിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഡെഫിനറ്റ്ലി അതിന്റെ ആദ്യത്തെ ഫസ്റ്റ് സെയിലിന്റെ ഭാഗമാവാൻ തീർച്ചയായിട്ടും നല്ല താല്പര്യമുണ്ട്. ഒരിക്കലും ഇതൊരു സെയിൽ എന്നതിലുപരി നമ്മൾ വാങ്ങുന്ന ആ ഒരു സാരിയിലൂടെ ഒരു വ്യക്തിക്ക് ഒരു ഭൂമി എന്നതാണ് ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നത്. അപ്പൊ അതിന്റെ ഇതിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറയാറുണ്ടല്ലോ അടിസ്ഥാനമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നാണ്. അപ്പൊ അടിസ്ഥാനമായിട്ടുള്ളൊരു വസ്ത്രം വാങ്ങുമ്പോൾ വേറൊരാൾക്ക് അടിസ്ഥാനമായിട്ടൊരു പാർപ്പിടം കിട്ടുന്നു എന്ന് പറയുന്നത് ഒരു വലിയ ചിന്ത തന്നെയാണ്. എന്തായാലും അതിന്റെ ഭാഗമാവുന്ന രീതിയിൽ വളരെ സന്തോഷം. ജീപ്പിച്ചേട്ടൻ ഇത്രയധികം സീരിയസ് ആയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് ഏറ്റവും വ്യക്തമാകുന്നത്, അത്രയും തീവ്രമായി അത്രയും സീരിയസ് ആയിട്ട് തന്നെ ഈ ഒരു പദ്ധതിയെ മനസ്സിലേക്ക് എടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇനിയുള്ള യാത്ര ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഓൾറെഡി ഞങ്ങൾക്ക് വാക്ക് തന്നു കഴിഞ്ഞതിന് ഒരു പ്രത്യേക കയ്യടി അദ്ദേഹത്തിന് സമ്മാനിക്കുകയാണ്. ആദ്യത്തെ ആ ഒരു സെയിലോട് തന്നെ ഒരുപാട് സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഈ ഒരു പദ്ധതിക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നതാണ്. ജീപ്പിച്ചേട്ടൻ ഇവിടെ നിന്ന് പറയുമ്പം ബിന്ദു ചേച്ചി സായി ചേട്ടന്റെ ചെവിയില് സാരി വാങ്ങാതാണ് പറഞ്ഞതെന്നാണ് എനിക്ക് ഞാൻ വിചാരിക്കണേ. അപ്പൊ എന്തായാലും അവിടെ നിന്ന് ഒരു സെയിൽ ഉണ്ടാവുമെന്ന് ഞങ്ങള് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പൊ ഒത്തിരി സ്നേഹം. ആൻഡ് ഈ ഒരു വേദിയിൽ നമ്മളുടെ പ്രിയപ്പെട്ട ഗോവിന്ദ് പത്മസൂര്യയെ ലാൻഡ് ഫോർ ഹോപ്പ് എന്ന പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ പൊന്നാട അണിയിച്ച് ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ ആദരിക്കുകയാണ്. സോ ഐ റിക്വസ്റ്റ് ഹിം. താങ്ക് യു വെരി മച്ച്. So this is a very beautiful website is here, and ഇപ്പോൾ മുതൽ നമ്മൾ ലൈവ് ആയിട്ട് ഈ ഒരു വെബ്സൈറ്റ് ഓൺ ആയിരിക്കുകയാണ്.